ചരിത്രം മാറ്റിക്കുറിച്ച സിയ പവലും സഹദും. പക്ഷേ എൻ്റെ ലൈഫ് സ്വപ്നങ്ങളിൽ ഒരിക്കലും ഒരു ട്രാൻസ്മെൻ ആയിട്ടുള്ളൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു സിസ്മെൻ ആയിട്ടുള്ള ഒരാളെ തന്നെ കല്യാണം കഴിക്കണം എന്നൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം. ട്രാൻസ് എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും ആദ്യം മനസ്സിൽ വരുന്നൊരു സെക്സ് വർക്കേഴ്സ് എന്നുള്ളൊരു ലേബലിലാണല്ലോ അറിയപ്പെടുന്നത്. സോ എൻ്റെ അടുത്ത് അന്ന് ആദ്യം പറഞ്ഞത് ആ ഒരു വർക്കിന് പോകാമെന്ന് വിചാരിച്ചിട്ട് മോള് എൻ്റെ അടുത്തോട്ട് വരരുത്. അത് ഞങ്ങൾക്ക് കോഴിക്കോട് കോർപ്പറേഷൻ അപ്രൂവ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് ഞങ്ങളത് കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ നേരെ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത്. ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം ഞാനൊരു മെയിലായിരിക്കും, ഞാനൊരു പെണ്ണാവണം എന്ന് ആഗ്രഹിക്കുന്നത് പോലും 100 വട്ടം ആലോചിച്ചിട്ട് വേണം. നമസ്കാരം. രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ മാതാപിതാക്കൾ 3 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ തങ്ങളുടെ കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റിൽ മാതാപിതാക്കൾ എന്ന് രേഖപ്പെടുത്താനുള്ള അനുമതി വാങ്ങി ആ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ് ചരിത്രം മാറ്റിക്കുറിച്ച സിയ പവലും സഹദും. ഇന്ന് സിയയും കുഞ്ഞ് സബിയക്കുട്ടിയുമാണ് നമ്മുടെ അതിഥികളായുള്ളത്. 2 പേർക്കും സ്വാഗതം. താങ്ക് യു. അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ ചോദ്യം സഹദ എവിടെയെന്നായിരിക്കും. ആളെവിടെയാണ്? ആളെവിടില്ല, ആള് ജോലിയുടെ ആവശ്യമായിട്ട് പുറത്തു പോയതാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ 3 വർഷത്തോളം മോളുടെ അത്ര പ്രായമുണ്ട് നിങ്ങളുടെ നിയമ പോരാട്ടത്തിന്. ഇന്ന് ആ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഒത്തിരി സന്തോഷം. എന്താ പറയുക, ഞങ്ങൾക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ആശങ്കയായിരുന്നു വാവയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലുള്ളൊരു നമ്മളെ തിരിച്ചറിയുന്ന ഒരു അമ്മ അച്ഛൻ എന്നുള്ളൊരു കോളം. സോ അത് നമ്മൾ ആഗ്രഹിച്ചതുപോലെ മാറ്റിയെടുക്കും എന്നുള്ളൊരു ചിന്ത നമുക്ക് ആദ്യമേ ഉണ്ടായിരുന്നു. നമ്മൾ ആഗ്രഹിച്ചിരുന്നത് മദറിൻ്റെ സ്ഥാനത്ത് എൻ്റെ പേരും ഫാദറിൻ്റെ സ്ഥാനത്ത് സഹദിൻ്റെ പേരും വരണമെന്നായിരുന്നു. അങ്ങനെ കൊടുക്കാനായിരുന്നു ഞങ്ങളുടെ ആഗ്രഹവും. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഞങ്ങൾ പ്രകടിപ്പിച്ചതും അങ്ങനെയായിരുന്നു. അന്നത്തെ സൂപ്രണ്ടാണ് ഞങ്ങളോട് അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ തിരിച്ച് തന്നെ ഫാദറിൻ്റെ സ്ഥാനത്ത് എൻ്റെ പേര് കൊടുത്തിട്ട് മദറിൻ്റെ സ്ഥാനത്ത് സഹദിൻ്റെ പേര് കൊടുത്തിട്ട് പിന്നീട് ഇവൾക്ക് 18 വയസ്സാവുന്ന സമയത്ത് അവൾ സ്വയം തിരിച്ചറിഞ്ഞ് മാറ്റുകയോ അല്ലെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് കോടതി മുഖാന്തരം അത് മാറ്റിയെടുക്കുകയോ ചെയ്യുന്നതാണ് അവർക്ക് നല്ലത് എന്ന് പറഞ്ഞു. കാരണം അവർക്ക് സൊസൈറ്റിയിൽ ഇങ്ങനെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്രൂവായി വരുന്ന സമയത്ത് ചിലപ്പം അവർക്ക് എന്തെങ്കിലും ഇഷ്യൂ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് അന്നത്തെ സൂപ്രണ്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ ഞങ്ങൾ ഫാദറിൻ്റെ സ്ഥാനത്ത് എൻ്റെ പേരും മദറിൻ്റെ സ്ഥാനത്ത് സഹദിൻ്റെ പേരും കൊടുത്തിട്ടാണ് ഞങ്ങൾ ബ്രാക്കറ്റിൽ ട്രാൻസ്ജെൻഡർ എന്ന് എഴുതിയിട്ട് അപ്ലൈ ചെയ്യാനാണെന്നും പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അപ്ലൈ ചെയ്തു. അങ്ങനെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് അപ്രൂവ് ചെയ്യുകയും ചെയ്തിരുന്നു കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും. അത് ഞങ്ങൾ ആഗ്രഹിച്ചൊരു സർട്ടിഫിക്കറ്റ് അല്ലാത്തതുകൊണ്ട് ഞങ്ങളത് കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ നേരെ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത്. സോ ഒരു 3 വർഷത്തെ കാലതാമസം എടുത്തെങ്കിലും ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നെ ഞങ്ങൾ കിട്ടിയപ്പോൾ ആദ്യം എന്തുകൊണ്ടാണ് അതങ്ങനെ മതി? കാരണം അങ്ങനെ നിങ്ങൾ കൊടുത്തത് തന്നെയാണല്ലോ. പിന്നെ എപ്പോഴാണ് ഇത് ഇങ്ങനെ വേണമെന്ന് തോന്നിയത്? ആദ്യമേ ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെ തന്നെയായിരുന്നു. മദറിൻ്റെ സ്ഥാനത്ത് തീർച്ചയായിട്ടും എൻ്റെ പേര് വരണോ, ഫാദറിൻ്റെ സ്ഥാനത്ത് സഹദ് വരണോ എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ അവിടുത്തെ സൂപ്രണ്ട് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നേരെ തിരിച്ചിട്ട് ബ്രാക്കറ്റിൽ ട്രാൻസ്ജെൻഡർ എന്ന് രേഖപ്പെടുത്തിയിട്ട് ഞങ്ങൾ അപ്ലൈ ചെയ്തത്. അത് ഞങ്ങൾക്ക് കോഴിക്കോട് കോർപ്പറേഷൻ അപ്രൂവ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് ഞങ്ങളത് കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കോടതി മുഖാന്തരം ഞങ്ങളത് മാറ്റി ഇപ്പം അത് രക്ഷിതാക്കൾ എന്നുള്ള രീതിയിലോട്ട് കൊണ്ടുവന്നു. നിങ്ങൾ ഈ ട്രാൻസ് സമൂഹത്തിന് മുഴുവനായിട്ട് ചെയ്ത ഒരു, കാരണം ഇനി ഇത്തരത്തിൽ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വലിയ പ്രചോദനം. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല ഒരു നിയമമായിട്ട് കൊണ്ടുവരണമെന്നും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ? നിയമപരമായിട്ട് കൊണ്ടുവരണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ആഗ്രഹിച്ചൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നായിരുന്നു. പക്ഷേ ഇത് ഹൈക്കോടതി മുഖാന്തരം മൂവ് ചെയ്തപ്പം ഞങ്ങളുടെ കേസ് വാദിച്ചിരുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ പെട്ട അഡ്വക്കേറ്റ് പത്മലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആളാണ്. ട്രാൻസ് വുമണാണ് ആള്. സോ ആളായിരുന്നു ഞങ്ങളുടെ കേസ് വാദിച്ചത് ഹൈക്കോടതിയിൽ. സോ ആളത് വാദിച്ചു. ഇതൊരു നിയമം പോലെ കൊണ്ടുവരാനും പറ്റി. ഇത് ഇനി വരുന്നൊരു ട്രാൻസിലെ കപ്പിൾസിന് ആർക്കെങ്കിലും ബേബി വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോയ ഒരു വഴിയിലൂടെ അവർ സഞ്ചരിക്കേണ്ട ആവശ്യമില്ല. നേരെ അവർക്ക് ഞങ്ങളതുപോലെ തന്നെ പാരന്റ് എന്നുള്ള ലേബലിലുള്ള ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും കിട്ടും. ഇപ്പോൾ നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ഇത്തരത്തിലൊരു നിയമപരമായ രീതിയിലേക്ക് വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ട്? തീർച്ചയായിട്ടും. അത് തന്നെ മാറ്റങ്ങൾ വരുന്നേ ഉള്ളൂ, പൂർണ്ണമായിട്ടില്ല. ഇപ്പം ഒരു ഐഡന്റിറ്റി, അതായത് നമ്മുടെ ആധാർ കാർഡിൽ ട്രാൻസ് അല്ലെങ്കിൽ മെയിൽ ഫീമെയിൽ എന്നുള്ള ജെൻഡറിന് മാത്രമാണ് ഇപ്പം ലീഗലി
മാരേജ് ഇത് ചെയ്യാൻ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പറ്റുള്ളൂ. ട്രാൻസോ അല്ലെങ്കിൽ വേറെയുള്ള ജെൻഡറുകൾക്കൊന്നും രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല ഇപ്പം. അപ്പോൾ അതിനുള്ള മാറ്റങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അത് മാറുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ മോക്ക് 3 വയസ്സാകുന്നു. എങ്ങനെയാണ് സബിയക്കുട്ടിയുടെ മാറ്റമൊക്കെ കാണുന്നത്? എങ്ങനെയാണ് ഈ അമ്മ എന്നുള്ള റോള് എങ്ങനെയാണ് അതിലേക്ക് വന്നതും അതെങ്ങനെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്? എന്താ പറയുക, അത് വല്ലാത്തൊരു ഫീലാണ്. അതിപ്പം പറഞ്ഞറിയിക്കുന്നതിനേക്കാളും കൂടുതൽ അത് അനുഭവിക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നതും അതാണ്. ഒരു അമ്മ എന്നുള്ള ഒരു നാമത്തിലോ അല്ലെങ്കിൽ അച്ഛൻ എന്നുള്ള ഒരു പദത്തിലല്ലല്ലോ നമ്മൾ ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുമ്പോഴുള്ള അവർക്ക് കൊടുക്കുന്ന ഒരു കർമ്മത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഇപ്പം ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവളുടെ ഒരു ജേണി. എന്താ പറയുക, കുഞ്ഞായിരുന്നപ്പം ഇപ്പം ഇങ്ങനെ പല മാറ്റങ്ങളാണ്, അവളുടെ സ്വഭാവത്തിന് പല മാറ്റങ്ങളും ഉണ്ട്. അപ്പോൾ ഓരോന്നും ഞങ്ങൾ എൻജോയ് ചെയ്താണ് വരുന്നത്. യൂട്യൂബ് ചാനലൊക്കെ കാണാറുണ്ട് സിയ പറ്റേൽസ്. അപ്പോൾ ആള് ഭയങ്കര ആക്റ്റീവാണ്. എങ്ങനെയാണ് അതിലേക്കൊക്കെ ഇപ്പോൾ 3 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അപ്പോൾ ആൾക്ക് താല്പര്യമുണ്ടോ അതോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതിക്ക് ചെയ്യുന്നതാണോ? തീർച്ചയായിട്ടും. അതായത് അവളുടെ ഇപ്പം കുഞ്ഞായതുകൊണ്ട് തന്നെ പല സമയത്തും പല സ്വഭാവമാണ്. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയം ആളുടെ മൂഡ് അനുസരിച്ചിരിക്കും. നമുക്ക് നല്ല വീഡിയോയും കിട്ടും. ചില സമയത്ത് അത് അവൾക്ക് ഒരു മൂഡില്ലാത്തതാണെങ്കിൽ നമുക്ക് വീഡിയോ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവൾ പെട്ടെന്ന് അങ്ങ് വേണ്ടാന്നുള്ളൊരു രീതിയിൽ പോകും. ചില സമയത്ത് ഇപ്പം ഇടയ്ക്ക് ഫോണൊക്കെ കാണുകയാണെങ്കിൽ ഏതെങ്കിലും കുഞ്ഞുങ്ങളുടെ ഒക്കെ ഒരു വീഡിയോ കാണുമ്പം ഇങ്ങോട്ടേക്ക് പറഞ്ഞു വരും, അമ്മ നമുക്ക് ഇതുപോലത്തെ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരും. അല്ലാത്ത സമയം ഞാനിപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതിൻ്റെ ഒരു നല്ലൊരു ഭാഗം, അവളെ കൊണ്ട് പറ്റുന്നതിൻ്റെ ഒരു നല്ലൊരു പോർഷൻ അവൾ എനിക്ക് തിരിച്ചു തരും. അതാണ് എല്ലാവർക്കും ഇത്രയും റീച്ച് പോകാനും അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ ഇഷ്ടപ്പെടാനുമുള്ള കാരണം. സാധാരണ നമ്മൾ ഈ ട്രാൻസ്ജെൻഡേഴ്സ് വിവാഹം കഴിക്കുന്നതൊക്കെ ഇപ്പോൾ കോമൺ ആണ്. അപ്പോൾ അവർക്കൊരു കുഞ്ഞ് വേണം തോന്നിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ദത്തെടുക്കൽ അങ്ങനെയൊക്കെ ഒരു കാര്യമാകും ചിന്തിക്കുന്നത്. പക്ഷെ നിങ്ങൾ സ്വന്തം കുഞ്ഞ് വേണമെന്ന് എന്തുകൊണ്ടാണ് ചിന്തിക്കാൻ തുടങ്ങിയത്? അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ലേ ഞങ്ങൾക്കും ദത്തെടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷനിൽ നോക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെയും ഒരു ആദ്യത്തെ ഒരു ഓപ്ഷനോ അല്ലെങ്കിൽ ഞങ്ങൾ നോക്കിയിരുന്നതും. അതൊന്നും പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു മാർഗം. പിന്നെ അവന് യൂട്രസ് റിമൂവ് ചെയ്ത് അവൻ്റെ ട്രാൻസിഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു ഇതും കൂടെ ഉണ്ടായിരുന്നു. അപ്പം അതിനു മുന്നേ എന്തായാലും നമുക്ക് നമ്മുടേത് എന്ന് പറയാനുള്ളൊരു കുഞ്ഞ് എന്നുള്ളൊരു ഇതിൽ ചിന്ത പോയതിന് ശേഷമാണ് ഞങ്ങൾ ഒട്ടും ഓക്കെ ആയിരുന്നില്ല. പക്ഷേ പിന്നീട് ഞങ്ങൾ സംസാരിച്ച് ഓക്കെ ആയതിനു ശേഷമാണ് ഇത് ചെയ്തത്. ഞാൻ കൗൺസിലിങ്ങും കാര്യങ്ങളും ഡോക്ടേഴ്സിനൊക്കെ കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് ആളും ഓക്കെ ആയത്. പക്ഷേ അത് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ സംസാരിക്കുന്ന കാര്യമാണ്. അന്ന് ഞങ്ങൾ അങ്ങനെ എടുത്തൊരു തീരുമാനം എത്രയോ നല്ലതായി എന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴും ഓരോ രാത്രിയിൽ ഞങ്ങൾ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. അവൾ വന്നതിന് ശേഷം ഞങ്ങളുടെ ലൈഫ് ഇത്രയും മാറാൻ കാരണം അവൾ വന്നതിന് ശേഷം ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ലൈഫാണ് ഇപ്പം ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഞാനിപ്പം ഒരു ട്രാൻസ് വുമൺ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് വന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടിൽ ആയൊരു ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു എൻ്റെ ഫാമിലിയെ ഞാൻ മിസ് ചെയ്തു എന്നുള്ളത്. സോ ആ ഒരു സമയം തൊട്ട് അല്ലെങ്കിൽ ഞാൻ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു മെയിലായിരുന്ന സമയത്തേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു എനിക്ക് ഒരു ഫാമിലി വേണം, എന്നെ മനസ്സിലാക്കുന്ന ഞങ്ങളൊരു ഞാൻ എൻ്റെ ഒരു ഹസ്ബൻഡ് ഒരു കുഞ്ഞ് അങ്ങനെയുള്ളൊരു ലൈഫ് ഞാൻ ആദ്യമേ സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ എൻ്റെ ലൈഫ് സ്വപ്നങ്ങളിൽ ഒരിക്കലും ഒരു ട്രാൻസ്മെൻ ആയിട്ടുള്ളൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു സിസ്മെൻ ആയിട്ടുള്ള ഒരാളെ തന്നെ കല്യാണം കഴിക്കണം എന്നൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം. എന്തോ പിന്നീട് സാഹചര്യങ്ങൾ സഹത്തിലേക്ക് എത്തിച്ചു, ഒരു ട്രാൻസ്മെനിൽ എത്തിച്ചു. പക്ഷേ അതുകൊണ്ട് എന്തായി നല്ലൊരു മോളെ കിട്ടി ഞങ്ങൾക്ക്. സോ അതിലും ഇപ്പോൾ ഒത്തിരി സന്തോഷം. നിങ്ങൾ ഈ കുഞ്ഞിൻ്റെ ജനന സമയത്തൊക്കെ തന്നെ ഒരുപാട് നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഈ കുഞ്ഞ് വളർന്നു വരുമ്പോഴത്തേക്കും ആ കുഞ്ഞ് ഫേസ് ചെയ്യേണ്ട കുറച്ച് ഇതുണ്ടാകും, സമൂഹത്തിനെ ഫേസ് ചെയ്യേണ്ട ചോദ്യങ്ങളുണ്ടാകും. അങ്ങനെ ഒരു പേടിയുണ്ടോ ഇപ്പോൾ? ഇല്ല, അങ്ങനെ ഒരു പേടി ഞങ്ങൾക്ക് ഇതുവരെ ഇല്ല. കാരണം ഞങ്ങൾ അവളുടെ കൂടെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ എങ്ങനെയും അവളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഞങ്ങൾ എന്തൊക്കെ കഷ്ടകഥകൾ അനുഭവിച്ച് വന്നതാണെന്ന് ഞങ്ങൾക്കേ അറിയുള്ളൂ. ഞങ്ങൾ ഇതൊക്കെ തരണം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഞങ്ങൾ ഏതറ്റയും വരെയും പോയി ഞങ്ങൾ അതിനെ തരണം ചെയ്യുന്നുള്ളതാണ്. എങ്ങനെയാണ് ഇങ്ങനൊരു മാറ്റം, അതായത് ഒരു പുരുഷനിൽ നിന്ന് സ്ത്രീയിലേക്കൊരു മാറ്റം വേണമെന്ന് സിയ ആഗ്രഹിച്ചു തുടങ്ങിയത്? സഹദിൻ്റെ കാര്യവും അപ്പോൾ നമുക്ക് അറിയാനുള്ള താല്പര്യമുണ്ട്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു മാറ്റം? കുഞ്ഞായിരുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊന്നും വലിയ അറിവില്ലായിരുന്നു. ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ടെന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ SSLC കഴിഞ്ഞു, പ്ലസ് വൺ ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തതാണ്. എൻ്റെ ആ സമയത്ത് +1 പകുതിയൊക്കെ ആയപ്പോൾ എൻ്റെ ഉമ്മ മരണപ്പെട്ടു. സോ പിന്നീട് വീട്ടിൽ ചില ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ +1 ഡ്രോപ്പ് ഔട്ട് ചെയ്തായിരുന്നു ക്ലാസ്. ദെൻ
ആ ഒരു ഇയർ കഴിഞ്ഞു. പിന്നെ +2 വരേണ്ട ആ ഒരു ഇയറിലാണ് ഞാൻ പിന്നെ വീട് വിട്ട് ഇറങ്ങുന്നത്. ഞാൻ ആ സമയത്ത് ഡാൻസിൽ ഭയങ്കര ക്രേസുള്ള ഒരാളായിരുന്നു. ഞാൻ നന്നായിട്ട് ഡാൻസ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പഠിച്ച ഡാൻസ് വെച്ചിട്ട് തന്നെ ഞാൻ സ്കൂളുകളിൽ ആനുവൽ ഡേക്കൊക്കെ പഠിപ്പിക്കാനൊക്കെ പോകുമായിരുന്നു. അങ്ങനെ പക്ഷേ എൻ്റെ ഫാമിലി ഒരു മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലി ആയതുകൊണ്ട് തന്നെ ഇത് അവർക്ക് ഒട്ടും അക്സെപ്റ്റഡ് ആയിട്ട് ഇല്ലായിരുന്നു, ഞാൻ ഡാൻസിന് പോകുന്നതും പ്രോഗ്രാം ചെയ്യാൻ പോകുന്നതൊന്നും. സോ ഞാൻ ഒരിക്കലും ഒരു ട്രാൻസ് ആവണം എന്ന് വിചാരിച്ചിട്ടല്ല, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചൊരു ലൈഫ് എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഞാൻ എൻ്റെ ഡാൻസ് ഫീൽഡ്, അല്ലെങ്കിൽ എനിക്ക് ഡാൻസിൽ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ അറിയപ്പെടണം, അല്ലെങ്കിൽ എനിക്കൊരു ഡാൻസർ ആവണം, ഡാൻസ് പഠിക്കണം, ഡാൻസ് പഠിപ്പിക്കണം എന്നൊക്കെയുള്ളൊരു തോട്ടിലാണ് ഞാൻ വീട് വിട്ട് 2018 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരെ ഒരു 6 മാസമൊക്കെ ഞാനിങ്ങനെ ഡാൻസൊക്കെ കളിച്ച് പഠിപ്പിച്ചു. ഇങ്ങനെ വീട്ടിൽ പോവാതെയായിരുന്നു ഞാൻ ജീവിച്ചിട്ടുണ്ടായിരുന്നത്, പുറത്തായിരുന്നു. സോ അതിനുശേഷം 2019 അവസാനത്തിലാണ് ഞാൻ കാലിക്കറ്റിൽ ഒരു അസ്വാഭാവികമായിട്ട് ഒരു ട്രാൻസ് വുമണിനെ പരിചയപ്പെട്ടു. കോഴിക്കോടിലൊരു സിസിലി ജോർജ് എന്ന് പറയുന്നൊരു ആളെ പരിചയപ്പെട്ടു. അന്ന് ആളാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. കാരണം ആളാണ് എന്നോട് പറയുന്നത് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, നമുക്ക് ഗവൺമെൻറ് സപ്പോർട്ടുണ്ട്, നമുക്കിങ്ങനെ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഷെൽട്ടർ ഹോം ഉണ്ട്, സോ അവിടെ നിങ്ങൾക്ക് താമസിക്കാൻ വന്നിട്ട് ഒരു 3 മാസം താമസിച്ചിട്ട് സ്വയം തൊഴിൽ എന്തെങ്കിലും നമ്മൾ കണ്ടെത്തിയിട്ട് 3 മാസം നമ്മളത് കഴിഞ്ഞ് എന്തെങ്കിലും ജോലിയൊക്കെ ആക്കിയിട്ട് അവിടെ നിന്ന് പോകണം. അങ്ങനെയുള്ളൊരു റൂളാണ് അവിടുത്തെ ഷെൽട്ടർ ഹോമിലുള്ളത്. സോ അങ്ങനെ ആൾ പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യൂ, നീ അങ്ങോട്ടേക്ക് താമസം മാറിക്കോ, അവിടെ എന്തായാലും ഭക്ഷണം ഫുഡ് എല്ലാം ഫ്രീ ആണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു, ആ ഒരു സമയം കൊറോണയുടെ ഒരു ടൈമും കൂടെ വരുമായിരുന്നു 2020. അപ്പം 2020 ഞാൻ പിന്നെ ഷെൽട്ടർ ഹോമിലെത്തി. പിന്നെ അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്നാണ് ഞാൻ ട്രാൻസ് കമ്മ്യൂണിറ്റി എന്താണെന്ന് മനസ്സിലാക്കുന്നതും നമ്മൾ ആഗ്രഹിച്ചതുപോലെ ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ സർജറികളുണ്ട്, അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റുകളുണ്ട് എന്നുള്ളതൊക്കെ അവിടെ നിന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. സോ അവിടുന്ന് ഒരുപാട് പിന്നെ ട്രാൻസ് കമ്മ്യൂണിറ്റിപ്പെട്ട ഒരുപാട് ആളുകളെ ഞാൻ പരിചയപ്പെട്ടു. അങ്ങനെയാണ് എൻ്റെ ട്രാൻസിഷൻ സ്റ്റാർട്ട് ആവുന്നത്. ഞാൻ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ഞാൻ അവിടുന്ന് ദീപാറാണി എന്ന് പറയുന്ന ഒരാളെ ഞാൻ പരിചയപ്പെടുന്നത്, കമ്മ്യൂണിറ്റിയിലുള്ള എൻ്റെ ഇപ്പോഴത്തെ കമ്മ്യൂണിറ്റി മുതൽ. സോ അന്ന് ഞാൻ ഷെൽട്ടർ ഹോമിൽ നിന്ന് ഇറങ്ങണം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് ആൾ എൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഇവിടുന്ന് ഇറങ്ങേണ്ട ഒരു സമയം വരുന്ന സമയത്ത് എന്നെ അമ്മയായിട്ട് സ്വീകരിക്കാൻ നീ തയ്യാറാണെങ്കിൽ ഞാൻ നിന്നെ മകളായിട്ട് സ്വീകരിക്കാൻ തയ്യാറാണ്, പക്ഷേ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞായിരുന്നു. അത് സ്വാഭാവികമായിട്ടും അറിയാലോ, ഒരു ട്രാൻസ് എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും ആദ്യം മനസ്സിൽ വരുന്ന ഒരു സെക്സ് വർക്കേഴ്സ് എന്നുള്ളൊരു ലേബലിലാണല്ലോ അറിയപ്പെടുന്നത്. സോ എൻ്റെ അടുത്ത് അന്ന് ആദ്യം പറഞ്ഞത്, ആ ഒരു വർക്കിന് പോകാമെന്ന് വിചാരിച്ചിട്ട് മോള് എൻ്റെ അടുത്തോട്ട് വരരുത്. എൻ്റെ അടുത്ത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിൻ്റെ എല്ലാ ചിലവും ഞാൻ നോക്കും, നിന്നെ പഠിപ്പിക്കണമെങ്കിൽ പഠിപ്പിക്കും, ഡ്രസ്സോ കാര്യങ്ങളോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു തരും. ഞാൻ എന്ത് തൊഴിൽ ചെയ്യുന്നു എന്ന് നീ അറിയേണ്ട കാര്യമില്ല. ഞാൻ ചിലപ്പം അത് ആ തൊഴിൽ ചെയ്തിട്ടായിരിക്കും ജീവിക്കുന്നത്, പക്ഷേ എന്നിലൂടെ ഒരാൾക്കെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അത് ആണ് എൻ്റെ ഒരു എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞിട്ടാണ് ആളിൻ്റെ അടുത്ത് ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞത്. അങ്ങനെ പോകാനുള്ളൊരു താല്പര്യം കൊണ്ടിട്ട് എൻ്റെ അടുത്ത് വരരുത് മോള്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ മാർഗം എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് പകുതി സന്തോഷമായി. കാരണം എനിക്കറിയാം, ഞാൻ അത്രയും ഒരു 5 മാസം ഞാൻ ഷെൽട്ടർ ഹോമിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുവിധം ഞാൻ ട്രാൻസ് കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ഒരുപാട് പഠിച്ചു. നമുക്കറിയാം, ആ ഒരു തൊഴിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് കരകയറുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കൊരു സമ്പാദിക്കാൻ നമ്മൾ പൈസ കിട്ടാൻ തുടങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വീണ്ടും അതിന് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു പ്രാർത്ഥനയായിരുന്നു ആ ഒരു തൊഴിലോട്ട് പോവാതെ എന്തെങ്കിലും നല്ല ലെവലിൽ തന്നെ ജീവിച്ച് വരണമെന്നുള്ളത്. സോ അങ്ങനെ ഞാൻ ആ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്തു. ഞാൻ ആളെന്നെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്നാണ് പിന്നെ എൻ്റെ വളർച്ച മുഴുവനും. സർജറിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അവിടുന്ന് ആളിപ്പോഴും എനിക്കൊരു എന്താ പറയുക, ഉമ്മ മരിച്ചു പോയെങ്കിലും എനിക്കൊരു അമ്മയെ പോലെ തന്നെയാണ് ആൾ. എനിക്കിപ്പോഴും എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഇതുവരെ ഞാൻ ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായിട്ടുള്ളത് അതാണ്. ഒരാളാണ് എൻ്റെ മമ്മി, അതുപോലെ തന്നെ എൻ്റെ ഗുരു ഡോക്ടർ ഹർഷൻ സെബാസ്റ്റ്യൻ ആൻ്റണി എന്ന് പറയും, എൻ്റെ ഡാൻസിലെ ഗുരുവാണ്. ആളാണ് നൃത്തത്തിൽ എന്നെ ഇത്രയും വളർത്തിയിട്ടുള്ളത്, എൻ്റെ ഗുരുവാണ്. സഹദിനെ എങ്ങനെയാണ് പരിചയപ്പെടുന്നത്? ഇവിടെ ഷെൽട്ടർ ഹോമിൽ നിന്നാണോ? അല്ലല്ല, ഞാൻ സഹദ് ആ സമയത്ത് കോഴിക്കോടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇതുപോലെ തന്നെ അവനും കോഴിക്കോട് ഒരു കമ്മ്യൂണിറ്റി മദർ ഉണ്ടായിരുന്നു, ആളുടെ കീഴിലായിരുന്നു ആളും താമസിച്ചുകൊണ്ടിരുന്നത്, ആളുടെ വീട്ടിലായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെ കമ്മ്യൂണിറ്റിയിലുള്ളൊരു ആ ഒരു ബേസിലാണ് ഞാൻ ആളെ പരിചയപ്പെടുന്നത്. പിന്നീട് ഞങ്ങളെല്ലാവരും അന്ന് ഒരു മിഠായിത്തെരുവിലൊരു ഷോപ്പുണ്ട്, ഒരുവിധം ട്രാൻസ് വുമൺസ് ഒക്കെ ഒരു ആളുടെ ഈ ഒരു ഫാൻസി ഷോപ്പിൽ നിന്നാണ് കോസ്മെറ്റിക് പ്രൊഡക്ട്സുകളും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം മേടിക്കുന്നത് ഈ ഒരു ഫാൻസിയിൽ നിന്ന്. സോ അവിടെ ആയിരുന്നു സഹദ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ
കണ്ടതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ അവൻ ഇങ്ങോട്ട് റിക്വസ്റ്റ് ഇട്ടു, മെസ്സേജ് അയച്ചു, അങ്ങനെ ചാറ്റിംഗ് ആയി, പിന്നെ ഫുള്ള് ചീറ്റിംഗ് ആയി. അങ്ങനെയായിരുന്നു. ഓക്കെ, വിവാഹത്തിന് ശേഷമാണ് ഇങ്ങനെ കുഞ്ഞിലേക്ക് എത്തണം എന്നുള്ള രീതിയിലേക്കൊക്കെ ഒരു ആഗ്രഹം വരുന്നത് അല്ലേ? തീർച്ചയായിട്ടും എനിക്ക് ആദ്യമേ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു സിസ്മൻ ആയിട്ടുള്ള ഒരാളെ തന്നെ മാരേജ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഈ ഒരു എന്താ പറയുക, ബാക്കിയുള്ള ട്രാൻസുകളുടെ ലൈഫും എനിക്ക് തന്നെ എൻ്റെ ലൈഫിലുണ്ടായ ഒരു 1-2 ട്രോമകളോണ്ടൊക്കെയാണ് ഞാൻ പിന്നീട് ഒരു ട്രാൻസ്മെന്നെയാണ് ഏറ്റവും കൂടുതൽ ഒരു ട്രാൻസ് വുമണ് ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ളതെന്ന് ഞാൻ സ്വയം മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഞാൻ പൊരുത്തപ്പെട്ട് സാധുവായിട്ട് മുന്നോട്ട് ജീവിക്കുന്നത്. നിങ്ങൾ ഈ കുഞ്ഞിലേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹം വന്നപ്പോൾ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അത് സപ്പോർട്ട് ആയിരുന്നോ അതോ എന്തെങ്കിലും തരത്തിൽ എതിർപ്പോ അങ്ങനെ? ഇല്ല, ആക്ച്വലി ഞങ്ങളുടെ ഒരു പ്രണയത്തിൽ എൻ്റെ രണ്ട് കമ്മ്യൂണിറ്റി മദേഴ്സിനും ഇഷ്ടമുണ്ടായിരുന്നില്ല. അതായത് എൻ്റെ മമ്മിക്ക് എന്നോട്, അതായത് എന്നെ ഇത്രയും കാലം കൂടെ നിന്ന് നോക്കി വളർത്തി എന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളായിരുന്നല്ലോ. സോ ആളടുത്ത് പറയാതെ ഞങ്ങളെ ഒരു ഉള്ളിലൂടെ പ്രണയം ഉണ്ടായി. ആ ഒരു സമയത്ത് ആൾക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു ഒളിച്ചോട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞങ്ങൾ ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യപ്പെട്ടിട്ട് ആളുടെ കൂടെ പോയതായിരുന്നു, ആളുടെ വീട്ടിലോട്ട്, ആളുടെ കമ്മ്യൂണിറ്റി മദറിൻ്റെ വീട്ടിലോട്ട്. അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എൻ്റെ മമ്മി ഓക്കെ ആയി, ആള് പിന്നെ ഞങ്ങൾ പഴയതുപോലെ തന്നെയായി. ഇപ്പം ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ സമൂഹത്തിൽ സ്വീകരിക്കുന്ന രീതിക്കൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്? നിങ്ങൾ കുഞ്ഞിൻ്റെ കാര്യത്തിലായിരുന്നാലും നിങ്ങളുടെ ഒരു മാറ്റത്തിനായിരുന്നാലും? തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു കാര്യം പറയുവാണെങ്കിൽ, ഇപ്പം ഞങ്ങളുടെ ഈ ഒരു ന്യൂസ് വൈറലായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉള്ള ഒരു ഇതുണ്ടായിരുന്നു, കമൻറ്റ് ബോക്സ് ആയിരുന്നു ഞങ്ങളുടെ വീഡിയോയുടെ താഴെ. കൂടുതലും പോസിറ്റീവും ഉണ്ടായിരുന്നു, നെഗറ്റീവും ഉണ്ടായിരുന്നു. സോ ഇപ്പം പക്ഷേ അത് എൻ്റെ കമൻറ്റ് ബോക്സ് നോക്കി ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. അതിൽ തന്നെ ആളുകൾ തന്നെ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ നെഗറ്റീവുള്ള ഒരു ഫാമിലി ആയിരുന്നു തുടക്ക സമയത്ത്. ഇപ്പം ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും കാണാൻ പറ്റാത്ത കമൻറ്റ് ബോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ തന്നെ അതിനകത്ത് കമൻറ്റ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം. ഒരുപാട് മാറ്റം വന്നിട്ട്, മാറ്റം ഇനിയും വരാനുണ്ട്. മാറ്റങ്ങൾ അനിവാര്യമാണ്, വരും തീർച്ചയായിട്ടും. നിങ്ങളുടെ ഫാമിലി, അതായത് നിങ്ങളുടെ ബയോളജിക്കൽ ഫാമിലിയിൽ എങ്ങനെയായിരുന്നു ഈ സപ്പോർട്ട്? സഹദിൻ്റെ ആയിരുന്നാലും എൻ്റെ ഫാമിലിയിൽ അക്സെപ്റ്റഡ് അല്ല ഇപ്പോഴും, വലിയ ഒരു ഇതില്ല. പക്ഷേ കണക്ഷൻ ഉണ്ട്. കൂടുതലും സഹദിൻ്റെ ഫാമിലിയാണ്, സഹദിൻ്റെ കൂടെ ഉള്ളതും ഞങ്ങളുടെ കൂടെ ഉള്ളതും. ഇപ്പോൾ ഞങ്ങളുള്ളതും സഹദിൻ്റെ വീട്ടിലാണ്. അപ്പം സഹദിൻ്റെ അമ്മയും പപ്പയും ഫാമിലിയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. കുഞ്ഞ് വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു? ഞങ്ങൾ ആരുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ള കേസൊന്നും ഞങ്ങൾ ആരുടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്മയടുത്തോ 7 മാസം ആയതിനു ശേഷമാണ് ഞങ്ങൾ അമ്മയടുത്ത് പോലും പറയുന്നത്. അതിനുശേഷം അമ്മയ്ക്ക് വിഷമം ഉണ്ടായിരുന്നു, സ്വാഭാവികമായിട്ടും ഒരു അമ്മയല്ലേ. സോ ആ ഒരു വിഷമം തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. പക്ഷേ അമ്മ കട്ടയ്ക്ക് ഞങ്ങളുടെ കൂടെ നിന്നു. ഡെലിവറി സമയത്തായാലും ഒരു ബർത്ത്ഡേയുടെ സമയത്തായാലും ഇപ്പോഴായാലും ഞങ്ങളെക്കാളും ഇപ്പോൾ കുഞ്ഞിനെയാണ് അവർ ടേക്ക് കെയർ ചെയ്യുന്നത്. സോ ആ ഒരു സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഫാമിലി കട്ടയ്ക്ക് ഞങ്ങളുടെ കൂടെ ഉണ്ട്, സഹദിൻ്റെ ഫാമിലി. സോ പിന്നെ ഞങ്ങൾ തുടക്കത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് ചിലപ്പം ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രമായിരിക്കും. സോ അതൊക്കെ കണ്ട് തന്നെ ഞങ്ങൾ അത് തരണം ചെയ്യും എന്നുള്ള ആദ്യമേ ഞങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചതുകൊണ്ട് കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകുമെന്നുള്ളത് ഞങ്ങൾക്ക് ഷുവറായിരുന്നു. സോ ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് സപ്പോർട്ടില്ലെങ്കിലും വിഷമിച്ചിരിക്കില്ലായിരുന്നു. ഞങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് തന്നെ പോകുമായിരുന്നു. അപ്പോൾ ഈ ഇതിലേക്ക് വന്നതിന് ശേഷം ഈ പറഞ്ഞതുപോലെ ഒരുപാട് നിങ്ങൾ ഹോർമോൺ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെയും സഹദിന്റെയും പല സർജറികളും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രഗ്നൻസിയിലേക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഈ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഡോക്ടേഴ്സൊക്കെ അങ്ങനെ? തീർച്ചയായിട്ടും ഞങ്ങൾക്കും ആ വേവലാതി ഉണ്ടായിരുന്നു, ഡോക്ടേഴ്സിനും ഉണ്ടായിരുന്നു നല്ല പോലെ. പക്ഷേ എന്താ പറയുക, മിറാക്കിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ദൈവം സഹായിച്ചിട്ട് വാവയ്ക്കോ സഹദിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇന്നേ വരെ ഇല്ല. സോ അത് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളെക്കാളേറെ ഡോക്ടേഴ്സും ഭയങ്കര പേടിയുണ്ടായിരുന്നു. കാരണം ഇത് പറഞ്ഞ സമയത്ത് തന്നെ അവർക്കും പേടിയായിരുന്നു. കാരണം എന്തെങ്കിലും ഡിഫിക്കൽട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അവരെയാണല്ലോ കുറ്റം പറയാം. സോ അവർക്കും ഭയങ്കര ഇതുണ്ടായിരുന്നു, ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഹാപ്പി ആയിട്ട് നടന്നു. ഈ സാധാരണ സ്ത്രീകൾക്കൊക്കെ ഈ ഡെലിവറി കഴിയുമ്പോഴുണ്ടാകുന്ന മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും ഒക്കെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും അങ്ങനെ എന്തെങ്കിലും സഹദിന്റെ കേസിൽ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാല് പ്രകടമായിരുന്നില്ല. ഇനി അവന് ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ആള് ഭയങ്കര ഇല്ല ഭയങ്കര കൂളായിരുന്നു. അതെന്ന് വെച്ചാല് ഡെലിവറി കഴിഞ്ഞ് വന്നു, സിസേറിയൻ ആയിരുന്നു. സോ അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ശാരീരികമായിട്ടുള്ള ആ ഒരു പെയിനും ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അല്ലാതെ ഈ ഒരു ഡിപ്രഷൻ അതുപോലെ തന്നെ
അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ആളൊരു ലുങ്കി എടുത്ത് സാധാരണ എങ്ങനെയായിരുന്നു വീട്ടിലുണ്ടായിരുന്നു അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, എടുക്കുന്നു, പിടിക്കുന്നു, അങ്ങനെയായിരുന്നു ആള്. റെസ്റ്റും കാര്യങ്ങളും ഒക്കെ അങ്ങനെ സാധാരണ രീതിയിൽ നമ്മൾ ഈ ഒരു എന്താ പറയാ, അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലേഡിക്ക് കൊടുക്കുന്ന ഒരു ടേക്ക് കെയർ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒന്നും ആള് ചെയ്യാൻ ഒട്ടും അക്സെപ്റ്റഡ് ആയിരുന്നില്ല. അമ്മയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അമ്മ അന്ന് പല ഇതും പരീക്ഷിക്കുമായിരുന്നു, പക്ഷെ ആള് കുളിപ്പിക്കാൻ പോലും സമ്മതിക്കത്തില്ലായിരുന്നു. ആദ്യത്തെ 2-3 ദിവസം എനിക്ക് തോന്നുന്നു അമ്മയാണ് കുളിപ്പിച്ചത്. പിന്നീട് ആളെ ഒറ്റയ്ക്ക് കുളി തുടങ്ങി. കുളിപ്പിക്കാൻ പോലും ആരും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആഫ്റ്റർ കെയർ നല്ലത് നോക്കാന്നൊക്കെ ഞങ്ങൾ ചർച്ചയിലുണ്ടായിരുന്നു. പക്ഷേ ആൾ ഓക്കെ ആവാത്തോണ്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ചർച്ച ചെയ്യാൻ കൂടുതൽ അതിനെക്കുറിച്ച്. ഈ ഒരു ട്രാൻസ് വ്യക്തി എന്നുള്ള നിലയിൽ ഇത്തരത്തിലൊരു ഐഡന്റിറ്റി ക്രൈസിസ് നേരിടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും നമ്മുടെ സമൂഹത്തിലൊക്കെ. അവരോട് എന്താണ് പറയാനുള്ളത്? അവരോട് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം നമുക്ക് പുറത്തുനിന്ന് കാണുന്ന സമയത്ത് ഞങ്ങളുടെ ഹാപ്പി ഭയങ്കര ലക്ഷറിയാണ്, അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്, സൊസൈറ്റി അംഗീകരിച്ച് തുടങ്ങി. സോ ഇപ്പം പെട്ടെന്ന് എല്ലാവരുടെയും ചിന്ത ട്രാൻസ് ആയി കഴിഞ്ഞാൽ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്, അത് കിട്ടും, ഇത് കിട്ടും, അല്ലെങ്കിൽ ഭയങ്കര ഉയർച്ച കിട്ടും എന്നുള്ള രീതിയിലാണ് എല്ലാവരുടെയും ചിന്താഗതി. പക്ഷേ നമ്മളുടെ ബുദ്ധിമുട്ടും നമ്മൾ സ്ട്രഗിൾ ചെയ്ത് വന്ന വഴിയും നമുക്കേ അറിയുള്ളൂ. സോ എടുത്ത് ചാടി ഒരു തീരുമാനങ്ങളും എടുക്കരുത്. ഞാൻ അറിയുന്ന അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുന്ന ഏതൊരാളോടും ഞാൻ സംസാരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ പല തവണ ആലോചിക്കണം. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഫാമിലി തന്നെയാണ്. സോ നമ്മുടെ ഫാമിലിയെ വെറുപ്പിക്കാതെ ഏറ്റവും കൂടുതൽ അവരോട് സംസാരിച്ച് അവരുടെ കൂടെ സപ്പോർട്ടോട് കൂടി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക എന്നുള്ളതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. പിന്നെ ഒരു ലൈഫുള്ളൂ, നമ്മൾ ആഗ്രഹിച്ച പോലെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒറ്റ ലൈഫേ ഉള്ളൂ. പിന്നീട് നമ്മൾ ജീവിക്കുന്നോ അല്ലെങ്കിൽ പിന്നീട് ഒരു ലൈഫ് ഉണ്ടോ ഒന്നും നമുക്ക് അറിയത്തില്ല. ഉണ്ടെങ്കിൽ തന്നെയും ഇപ്പം നമ്മൾ പ്രസൻറ്റിൽ എങ്ങനെയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ ജീവിക്കുക എന്നുള്ളതാണ്. സോ അതിനുവേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യാതെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇത് മാറ്റി വയ്ക്കാതെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ജീവിക്കുക. പക്ഷെ മറ്റുള്ളവരെ വെറുപ്പിക്കാതിരിക്കുക, അവരെയും കൂടെ മാനിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഈ എടുത്ത് ചാടരുത് എന്ന് ഉദ്ദേശിച്ചത് ഈ സർജറി എന്നല്ല, എന്ത് കാര്യമായാലും ഒരു ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പം ഞാനൊരു മെയിലായിരിക്കും, ഞാനൊരു പെണ്ണാവണം എന്ന് ആഗ്രഹിക്കുന്നത് പോലും 100 വട്ടം ആലോചിച്ചിട്ട് വേണമെന്നുള്ള ഞാനും. പിന്നീട് ഈ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് പേരെ പരിചയമുണ്ടല്ലോ, അപ്പോൾ ഈ ഒരു മാറ്റം വന്നതിന് ശേഷം ഇത് വേണമായിരുന്നു അങ്ങനെ ഒരു കൺഫ്യൂഷനിലുള്ള ആൾക്കാരുണ്ട്. എനിക്കും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പല സമയങ്ങളിലും നമ്മൾ പല ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്യേണ്ടി വരും. സ്വാഭാവികമായിട്ടും ആ ഒരു സമയത്ത് നമുക്ക് ചിന്ത വരാം. പക്ഷേ പിന്നീട് നമ്മൾ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് സക്സസ്. അങ്ങനെ ഫെയിലായി പോകുന്നത് കൊണ്ടാണ് പലരും ആത്മഹത്യകളിലോട്ട് പോകുന്നത്. പല കേസുകളും ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ആളുകളായാലും കാണാമല്ലോ, ആത്മഹത്യകളും ഉണ്ടല്ലോ. സോ അങ്ങനെ തരണം ചെയ്യാതെ ഫെയിലായി പോകുമ്പോഴാണല്ലോ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. സോ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പലതവണ ചിന്തിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും നേരിടുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഹോർമോൺ എടുക്കുന്നതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, സർജറി കഴിഞ്ഞതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. സോ പക്ഷേ അത് നമുക്കിപ്പം പുറത്ത് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരു ലൈഫാണല്ലോ. സോ അത് നമ്മൾ ആ ഒരു ലൈഫിന് വേണ്ടി എന്നും സ്ട്രഗിൾ ചെയ്യും, അങ്ങനെയല്ലേ. സോ അതുകൊണ്ട് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഒരു നർത്തകിയാണ്, ഈ പറഞ്ഞതുപോലെ ആഗ്രഹത്തിൻ്റെ പുറത്താണ് നർത്തകി ആകാൻ വേണ്ടിയിട്ട് വീട് വിട്ട് വന്നു. ഇപ്പോൾ ഒരു നൃത്താധ്യാപികയാണ്. എങ്ങനെയായിരുന്നു ആ ഒരു നൃത്തത്തിലേക്കുള്ള ജേണിക്ക്? ഡാൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ രക്തത്തിലുള്ളത് പോലെയാണ്. കാരണം ആ ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയിൽ നിന്ന് ഞാൻ ചെറുപ്പത്തിലെ എൻ്റെ ഉമ്മയും സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ടേ ഒരു ഡാൻസിൻ്റെ ഒരു ശ്രൈണത എൻ്റെ ഇതിലുണ്ടായിരുന്നു എന്നുള്ളത്. സോ എനിക്ക് എവിടെ ഡാൻസ് കണ്ടാലും ഞാനത് നോക്കിയിരുന്നിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് അതുപോലെ സാരി കൊടുത്ത് അല്ലെങ്കിൽ അങ്ങനെ അതിനെ ഇമിറ്റേറ്റ് ചെയ്യാനും ഞാൻ വീട്ടിൽ നിന്നും ശ്രമിക്കാറുണ്ട്. അങ്ങനെ എന്തായാലും അവിടുന്ന് ഇങ്ങനെ ഞാൻ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പഠനമൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്, ബോയ് ആയിരുന്ന സമയത്ത്. ഇപ്പം കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷമാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഇപ്പോഴത്തെ ഗുരു ഡോക്ടർ ഹർഷൻ സെബാസ്റ്റ്യൻ ആൻ്റണി സാറിന് ഞാൻ പരിചയപ്പെടുന്നതും ആളുടെ കീഴിൽ നൃത്തം ഇപ്പോൾ ഒരു 8 വർഷമായിട്ട് ഞാൻ പഠിച്ചുകൊണ്ട് വരുന്നതും. സോ അതിന് ആളുടെ കൂടെ ഹാപ്പി ആയിട്ട് ഇപ്പം ആളുടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുക, ആളുടെ ശിഷ്യാണ്. സോ എന്നെ ഡാൻസിൽ ഇത്രയും വളർത്തിയത് സാറാണ്, ഇത്രയും പഠിപ്പിച്ചതും ആക്കിയതൊക്കെ. സോ എന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ്. പാരൻസ് ആയതിനു ശേഷം ഈ പാരന്റിങ്ങിൽ എന്തെങ്കിലുമൊക്കെ വെല്ലുവിളി വന്നിട്ടുണ്ടോ? വെല്ലുവിളി ഉണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇപ്പം എനിക്ക് പ്രോപ്പറായിട്ട് സഹതും ഇല്ലല്ലോ. അപ്പം ബിയുടെ കൂടെ ഞാൻ തന്നെയാണ്. അപ്പം പ്രോപ്പറായിട്ട് എൻ്റെ ക്ലാസ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. സോ ഞാൻ
പിന്നെ ഞാനൊരു തീരുമാനം എടുത്തു, എന്തായാലും ഈ ഒരു 1-2 വർഷം അവൾ ഒന്ന് വലുതാവുന്നത് വരെ, ഒരു 5 വയസ്സൊക്കെ ആവുന്നത് വരെ നമുക്ക് ഈ ഒരു ബാല്യം നഷ്ടപ്പെട്ടു പോകുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്ലാസ്സുകളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് അവളുടെ കൂടെ ടൈം കുറച്ച് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ക്ലാസ്സിനൊക്കെ പോകുന്നത് ഇപ്പോൾ കുറച്ച് കുറവാണ്. ക്ലാസ്സുകളൊക്കെ ഞാൻ മിതമായിട്ട്, ആദ്യം ഞാൻ ഓടി നടക്കുമായിരുന്നു, രാവിലെ പോയാൽ പാതിരാത്രിക്ക് എപ്പോഴെങ്കിലൊക്കെ വീട്ടിൽ തിരിച്ചു വരിക, അങ്ങനെയൊക്കെ ആയിരുന്നു, ഓടി നടന്ന് ക്ലാസ് എടുക്കുകയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം ചെറിയൊരു ബ്രേക്ക് ഇട്ട് അവൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ പക്ഷേ എൻ്റെ ഡാൻസിന് ഞാൻ ഇതുവഴി കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഭാവിയിൽ എനിക്ക് ഒരു തോട്ടം ഉണ്ടാവരുതല്ലോ, അവൾക്ക് വേണ്ടി ഞാൻ എൻ്റെ സമയം സ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി ഞാൻ സ്ട്രഗിൾ ചെയ്തു എന്നുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. സോ രണ്ടും ഞാൻ ഒരുപോലെ ഈക്വലായിട്ട് ഹാപ്പി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. മോളുടെ ഒരു അഭിനയവാസനയൊക്കെ ഇപ്പോഴേ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി? എങ്ങനെയാണ് അത്? യൂട്യൂബ് ചാനൽ ആദ്യം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ഓൾറെഡി വീഡിയോസും എൻ്റെ ഡാൻസ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ കുറച്ചുകൂടെ ആക്റ്റീവ് ആയത് ആൾ വന്നതിന് ശേഷം. ഇപ്പം എന്താ പറയുക, ആൾക്ക് എങ്ങനെ ടാലന്റ് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്? ടാലന്റ് ഉണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അവൻ ചെറുപ്പത്തിൽ ഞങ്ങൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ വീഡിയോയിൽ ഇങ്ങനെ ഉൾപ്പെടുത്തുന്നേ ഉള്ളൂ, അല്ലാതെ നമ്മൾ നിർബന്ധിപ്പിച്ച് ചെയ്യുന്നൊന്നുമില്ല. അവളും അത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നത്. സോ നമ്മൾ എന്താണോ പറയുന്നത് അത് അടിപൊളിയായിട്ട് അവൾ തിരിച്ച് എനിക്ക് തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാൻ വീണ്ടും നമുക്കൊരു ഇൻട്രസ്റ്റ്. സോ ഇപ്പോൾ ഒരുപാട് കൊളാബുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ എന്തായാലും അടിപൊളി, അവളെ അങ്ങനെ കൊണ്ടുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ മേഖലയിലും ഒന്ന് കൈയെത്തിക്കണം, ഡാൻസറാക്കണം, എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കി നോക്കി കൊണ്ടുപോകണം. ഇപ്പോൾ മോളെ സ്കൂളിൽ ചേർക്കാനുള്ള പ്രായമൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും അതിലെന്തെങ്കിലുമൊക്കെ, അതായത് സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെ എന്തെങ്കിലും വെല്ലുവിളി ഇപ്പോഴുണ്ടോ? അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടോ? അതായത് ഇപ്പം നിലവിൽ ഞങ്ങൾ അംഗനവാടിയിലോട്ടാണ് വിടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അവിടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ആഗ്രഹിച്ച ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഓൾറെഡി കിട്ടിയല്ലോ. ഇനിയിപ്പം ആ ഒരു ഇഷ്യൂ ഇല്ല. ബർത്ത് സർട്ടിഫിക്കറ്റും ആധാറൊക്കെ വേണമല്ലോ സ്കൂളിൽ ചേർത്താൻ വേണ്ടത്. സോ ആ കാര്യത്തിലൊന്നും ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് ആഗ്രഹം? മോളെ എന്താക്കണം എന്നാണ് ആഗ്രഹം? ഡാൻസർ ആക്കണം എന്നാണോ? എനിക്ക് ഡാൻസർ ആക്കണമെന്നുണ്ട്. സാധന് അവൻ്റേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ എല്ലാം പഠിപ്പിക്കണമെന്നാണ് നിലവിലൊരു ആഗ്രഹം. പിന്നെ അവളെ ഇഷ്ടമല്ലേ, അവൾ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യും എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ ഇത്രയും സമയം സംസാരിച്ചതിന്, മോളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന് ഒക്കെ ഒരുപാട് നന്ദി. മോളെ ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ നല്ല രീതിയിൽ വളർത്താനാകട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും. താങ്ക് യു.